ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നന്ദി പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 11:41 അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി, പിതാവേ, എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ആരാധനയ്ക്കൊരു സമയമുണ്ട്, സ്തുതിക്കാനുള്ള ഒരു സമയമുണ്ട്, നന്ദി പറയാനുള്ള ഒരു സമയമുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവിതം എപ്പോഴും സ്തുതിയും നന്ദിയും കൊണ്ട് നിറഞ്ഞിരുന്നു. സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും അവൻ നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് അവൻ്റെ സുഹൃത്ത് ലാസർ മരിച്ചപ്പോൾ കല്ലറയ്ക്കരികിൽ നിന്ന് അവൻ പറഞ്ഞു, പിതാവേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന്. യോഹന്നാൻ 11:41 നമുക്ക് കാണാം. നന്ദി പ്രാർത്ഥന എന്ന വാക്ക് നന്ദിയുള്ള ഒരു ഹൃദയത്തെ പ്രകടിപ്പിക്കുന്നു. കർത്താവ് ചെയ്ത എല്ലാ നന്മകളെയും സന്തോഷത്തോടെ ഓർമ്മിക്കുക എന്നതാണ് ഇതിനർത്ഥം. നന്ദി പ്രാർത്ഥനയുടെ യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ക്ഷണിക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, യാഗം പോലെ നന്ദി പ്രകടിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന്. സങ്കീർത്തനം 50:23 പറയപ്പെടുന്നു. ബോധ്യത്തോടെ പറയുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ വായിന്മേലിരിക്കും. അത് സങ്കീർത്തനം 34:1 പറയപ്പെടുന്നു. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാനും യേശു 7 അപ്പവും കുറച്ച് മീനും എടുത്തപ്പോൾ അവൻ ആദ്യം നന്ദി പറയുകയും പിന്നീട് ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തു. ആ നന്ദി പ്രകടനം അപ്പം പെരുകാൻ കാരണമായി. ഇത് മത്തായി 15:36 നമുക്ക് കാണാം. നിങ്ങൾ നിരന്തരം കർത്താവിനെ സ്തുതിക്കുകയും നന്ദി പറയുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അത് ആത്മാവിൽ സന്തോഷവും സ്വാതന്ത്ര്യവും നൽകുന്നു. യേശു പിതാവിനോട് എങ്ങനെ തിരിഞ്ഞു പറഞ്ഞുവെന്ന് കാണുക. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, നീ ഇവ ജ്ഞാനികളിൽ നിന്നും വിദ്യാസമ്പന്നരിൽ നിന്നും മറച്ചുവെച്ച് കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇത് ലൂക്കോസ് 10:21 കാണപ്പെടുന്നു. മാത്രമല്ല, അവൻ ആത്മാവിൽ വളരെയധികം സന്തോഷിച്ചു. മറിയയെയും പരിഗണിക്കുക. അവൾ കർത്താവിനെ സ്തുതിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. അവൾ പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിക്കുന്നു എന്ന്. ഇത് ലൂക്കോസ് 1:46-47 കാണപ്പെടുന്നു. അവസാനം വരെ യേശു ഒരിക്കലും നന്ദിയും സ്തുതിയും നൽകുന്നത് നിർത്തിയില്ല. ഗെത്ശമനെ തോട്ടത്തിലേക്ക് പോകുമ്പോൾ അവൻ ഒരു നന്ദി ഗീതം ആലപിച്ചു. അപ്പം മുറിക്കുന്നതിന് മുൻപ് അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. പാനപാത്രം പങ്കിടുന്നതിന് മുൻപ് അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറവീനെന്ന്. ഇത് 1 തെസ്സലോനിക്കർ 5:18 പറയപ്പെടുന്നു. തടവറയിലെ കഠിനമായ സാഹചര്യങ്ങൾ സ്തുതിഗീതങ്ങൾ പാടിയ പൗലോസിനെയും ശീലാസിനെയും നോക്കൂ. അർദ്ധരാത്രിയിലായിരുന്നു. അവരെ അടിക്കുകയും കാലുകൾ ആമത്തിൽ ബന്ധിക്കുകയും ഇരുണ്ട മുറിയിൽ അടയ്ക്കുകയും ചെയ്തു. എന്നിട്ടും അവർ ദൈവത്തിന് സ്തുതിഗീതങ്ങൾ പാടി. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 16:24-25 നമുക്ക് കാണാം. അവരുടെ സ്തുതി തടവറയെ പിടിച്ചുലച്ചു. അത് മോചനം നൽകി. എല്ലാത്തിനുമുപരി കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ തന്നെ രക്ഷിക്കപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ തടവറകളും ചെങ്ങലകളും യുദ്ധങ്ങളും പൊട്ടിത്തുടങ്ങും. ഇന്ന് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമോ? അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എബ്രായർ 13:15 അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 68-69 വൈകുന്നേരം റോമർ 8:1-21 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.